സ്ത്രീ ശാക്തീകരണം മുദ്രാവാക്യങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പങ്കാളിത്തത്തിലൂടെ വരുമാനം അവകാശമാക്കിയ സ്ത്രീയുടെ ആത്മാഭിമാനം ഉയർത്തിയ നിയമമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. സ്ത്രീകളുടെ അധ്വാനത്തിന് അർഹമായ മൂല്യം നൽകുക എന്നതിലല്ല, മറിച്ച് അവരുടെ അവകാശങ്ങളെ വെറും ഔദാര്യമാക്കി മാറ്റുക എന്ന പിന്തിരിപ്പൻ നയമാണ് കേന്ദ്ര സർക്കാരും കേരളത്തിലെ BJPയും പിന്തുടരുന്നത്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ഗ്രാമീണ കുടുംബങ്ങളുടെ ഏക തൊഴിൽ സുരക്ഷയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ചരിത്രം നാം വിസ്മരിക്കരുത്. 2004 ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തമായ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ നിയമം പിറവിയെടുത്തത്. വെറുമൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന കോൺഗ്രസിൻ്റെ നിലപാടിനെ തിരുത്തി 100 ദിവസത്തെ തൊഴിൽ എന്നത് പൗരൻ്റെ നിയമപരമായ അവകാശമാക്കി മാറ്റിയത് ഇടതുപക്ഷത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടലുകളാണ്. ആവശ്യപ്പെട്ടാൽ 15 ദിവസത്തിനകം ജോലി നൽകണമെന്നും അല്ലാത്ത പക്ഷം തൊഴിലില്ലായ്മ വേതനം നൽകണമെന്നും നിശ്ചയിച്ച ഈ നിയമം ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ വലിയ സാമ്പത്തിക വിപ്ലവമാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഗാന്ധിയൻ ആശയങ്ങളെയും തൊഴിൽ അവകാശങ്ങളെയും പൂർണ്ണമായും അട്ടിമറിക്കുന്ന പുതിയ ബില്ല് വികസിത് ഭാരത് VBG റാംജി ബിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഏകപക്ഷീയമായി നടപ്പാക്കിയിരിക്കുന്നു. പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയെ ഒഴിവാക്കുക മാത്രമല്ല, ഗ്രാമീണരുടെ ജീവിത ഉപാധിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന മാറ്റങ്ങളാണ് ഇതിലുള്ളത്. വേതന വിഹിതത്തിൻ്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന പുതിയ വ്യവസ്ഥ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രതിവർഷം 2000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. കൂടാതെ തിരക്കേറിയ കാർഷിക സീസണിൽ 60 ദിവസം വരെ പദ്ധതി നിർത്തിവെക്കാമെന്ന വ്യവസ്ഥ തൊഴിലാളികളുടെ വരുമാനത്തെയും സ്വതന്ത്രമായ കൂലി വിലപേശൽ ശേഷിയെയും ഇല്ലാതാക്കുന്നതാണ്. ഡിജിറ്റൽ ഭാരതവും ബയോമെട്രിക് നിബന്ധനകളും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പദ്ധതിക്ക് പുറത്തു നിർത്തിക്കാനാണ് കേന്ദ്ര നീക്കം. അന്തസ്സോടെ അധ്വാനിച്ച് വർഷം 30,000 രൂപയോളം നേടാനുള്ള സ്ത്രീകളുടെ നിയമപരമായ അവകാശത്തെ ഇല്ലാതാക്കി അവരെ വെറും സഹായം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളാക്കി തരം താഴ്ത്താനാണ് അവർ ശ്രമിക്കുന്നത്. സ്ത്രീക്ക് സ്വന്തമായ തൊഴിലും ആത്മാഭിമാനവും വേണ്ടെന്നും അവൾ എന്നും ഔദാര്യങ്ങളിൽ കഴിയേണ്ടവളാണെന്നുമുള്ള പഴയ മനുവാദ ചിന്താഗതിയുടെ ആധുനിക പതിപ്പാണിത്. രാജ്യത്തെ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഏക ആശ്രയത്തെ ഇല്ലാതാക്കുന്ന ഈ ജനദ്രോഹ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകേണ്ടതുണ്ട്. കൂടാതെ BJPയുടെ പൊള്ളയായ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെയും സ്ത്രീകളോടുള്ള സമീപനത്തെയും നാം തുറന്നു കാട്ടേണ്ടതുണ്ട്.